ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും ഇവിടെ സുഖം. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം കാണിക്കാമെന്ന് വിചാരിച്ചു. 4 ശർക്കരയിൽ പാനി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് 1 കപ്പ് കടലപ്പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് മിക്സിയിൽ അരമുറി തേങ്ങ എടുത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് തേങ്ങാപ്പാലിൽ നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ പാലെടുക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. പാൽ എടുക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ പാലെടുക്കാം. അപ്പോൾ നല്ല കട്ടിയിലുള്ള പാൽ കിട്ടും. എന്നിട്ട് നമുക്ക് കുക്കറിൽ പരിപ്പ് വെന്തതിന് ശേഷം നമുക്ക് സാഗു ഒന്ന് കുറച്ച് നേരം വെള്ളത്തിട്ട് വെക്കുക. അതും കൂടെ കുക്കറിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വെന്തതിന് ശേഷം 1 കപ്പ് വെള്ളം വെക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പിടുക. എന്നിട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ആറാൻ വെക്കുക. ആറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്ത് ചെറിയ ബോൾസാക്കി എടുക്കാം. ഈ പായസം ഉണ്ടാക്കാൻ ഒരു അരമണിക്കൂർ ടൈം മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ബോൾസാക്കി എടുത്തതിനെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പും പിന്നെ സാഗും ഉണ്ടല്ലോ, ആ മിക്സിലേക്ക് തന്നെ നമ്മൾ ഈ ബോൾസും ഇട്ടുകൊടുത്ത് ഒരു വിഷിലാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ വെന്ത് കിട്ടും. ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് കിസ്മിസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു തിള വരുന്ന സമയത്ത് നമ്മൾ കട്ടിക്കെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ അതിലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഏലക്ക പൊടി ഇടുന്നവർക്ക് ഏലക്ക പൊടി ഇടാം. ഞാൻ വെനില എസൻസ് ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നു. ഒരു നുള്ളു ഉപ്പ് ഇടാം ടേസ്റ്റിന്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ശർക്കര പാനി ഉണ്ടായിരുന്നല്ലേ, അത് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.